some of my friends who have always been my pillar of strength and who have always given me a helping hand at all times in my life. This is the way I am giving them, or I am showing them my sense of gratitude to them. വളരെ പേടിയും ഭയങ്കര ടിപ്പിഡായിട്ടുള്ളൊരു പെൺകുട്ടിയായിരുന്നു ഞാൻ. എല്ലാത്തിനെയും പേടിച്ചും എന്താ ഇരുട്ട് പേടി, വീട്ടിലൊരു മുറിയിൽ നിന്ന് അടുത്ത മുറിയിലേക്ക് പോകാൻ ഒരാളുടെ കൂട്ട്, അങ്ങനെയൊക്കെ വളർന്നു വന്ന ഞാൻ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായി. ഒരുപാട് ബോൾഡായി. ഇപ്പോൾ പഴയതുപോലെയല്ല. ഒറ്റയ്ക്ക് എന്ത് നേരിടാമെന്നുള്ളൊരു ധൈര്യമൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അത്രയും വളർന്നു. അതിലൊരു പക്ഷേ ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചേക്കണത് എൻ്റെ അമ്മ ഭയങ്കര ബോൾഡായിരുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, തന്നെ ഡിസിഷൻ എടുക്കാനും മുന്നോട്ട് പോകാനും. ഞാൻ റിലേഷൻഷിപ്സിന് വളരെ വില കൽപ്പിക്കുന്ന ഒരാളാണ്. അതിപ്പോൾ എത്ര നമ്മളൊരു 5 മിനിറ്റ് കണ്ടാലും 2 മിനിറ്റ് കണ്ടാലും അതിന് ഞാൻ വാല്യൂ ചെയ്യണ ഒരാളാണ്. ഇപ്പോൾ വേറെ കുട്ടിയോട് പറഞ്ഞപ്പോഴും തന്നെ ഒരു ഫ്രണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലൈഫ് ടൈം ഫ്രണ്ടാണ് വെച്ചാൽ ഒരു പ്രാവശ്യം വന്ന് ദാറ്റ് മേഡ് മീ റിയലി ഹാപ്പി. കാരണം അങ്ങനെ ഞാൻ വാല്യൂ ചെയ്യണതാണ് എല്ലാ റിലേഷൻഷിപ്പും. നമുക്ക് എപ്പോഴും ആവശ്യം അവർക്ക് നമ്മളെ കൊണ്ട് അപ്പം നമ്മൾ ഉണ്ടാവണം എന്നാണ് നമ്മുടെ ഒരു ഇത്. അതാണ് റിലേഷൻഷിപ്സ് തമ്മിൽ നമ്മൾ എപ്പോഴും നമ്മൾ കീപ്പപ്പ് ചെയ്യണ റിലേഷൻഷിപ്സ്. അതിൽ എടുത്തു പറയേണ്ടത് വറുതിയുടെയാണ്. എനിക്ക് എപ്പോഴൊക്കെ ആവശ്യം ഉണ്ടായിട്ടുണ്ടോ ഓരോ കാര്യത്തിനും വിളിക്കേണ്ട ആവശ്യം വരാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ആ സമയത്ത് അങ്ങനെ എത്തും. പിന്നെ കൂടെ ഫുൾ ടൈം ഉണ്ട്. പിന്നെ നമ്മുടെ ഒരു ശക്തിയാണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും കൂടെ ഒരാളുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഇത്. ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ പറയുകയാണെന്ന് വെച്ചാൽ ഞാനൊരു കൺസർവേറ്റീവ് ഫാമിലിയിൽ ജനിച്ച ആള്. നിറയെ സ്ത്രീകളും പെൺകുട്ടികളും മാത്രമുള്ള ഒരു ഫാമിലി, ഫീമെയിൽ ഡോമിനേറ്റഡ് ഒരു ഫാമിലിയിൽ എനിക്ക് തോന്നുന്നത് എൻ്റെ അമ്മയുടെ വീട്ടിൽ അമ്മയും അനിയത്തിമാരും കസിൻസിൻ്റെ ഒക്കെ ഇടയിൽ ഞാനാണ് ആദ്യമായിട്ടും ആകെയും ജോലിക്ക് പോയിട്ടുള്ള ഒരാൾ. അങ്ങനെ പോകാനും ആ ജോലിയിൽ നിന്ന് മീൻസ് ഒരു കരിയർ ബിൽഡപ്പ് ചെയ്യാനും അതിൽ നിന്ന് ബീയിങ് മൈസെൽഫ് ഞാൻ തന്നെത്താനെ ഇവോൾവ് ചെയ്യാനായിട്ട് ആ എവല്യൂഷനിൽ എൻ്റെ വേറെ ആരെക്കാളും അധികം റോള് പ്ലേ ചെയ്തിരിക്കുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. ഇപ്പോൾ ഞാൻ അമ്മയായി അമ്മൂമ്മയായി അതിൻ്റെയൊക്കെ ഇടയിൽ ഈ ജോലിയും ആ കുട്ടികളെ വളർത്തൽ, ഇപ്പോൾ ഗ്രാൻഡ് സണ്ണിനെ നോക്കൽ, ഇതെല്ലാം ഒരു വുമൺ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നത് എനിക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജസ് ആണ്. കാരണം ഒരു മെയിലിന് ചെയ്യണേക്കാളും നന്നായിട്ട് തന്നെ അതെല്ലാം ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. I've been a practicing doctor ഒരു 33 years ആയി. And initially I was very young when I got married. I was just about 22 years old. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ടാണ് ഹൗസ് സർജൻസി ജനറൽ ഹോസ്പിറ്റലിൽ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് I started my stint at Sri Sudhindra Medical Mission. But അന്ന് I started my career under Dr. Prabhu, who was a leading physician in Ernakulam. He molded me into a very good doctor, I would say, in his eyes. Retrospectively, പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, have you ever regretted not doing post graduation? I was there throughout with my children when they were growing up. I was there for all their needs. I don't know if after doing post graduation ഞാൻ ഭയങ്കര ബിസി ആയിരുന്നെങ്കിൽ would I have been able to spend so much time with my children. So I think in that way, retrospectively, my sacrifices and goodwill have been invested in my children. ഫ്രണ്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫിൽ. ഈ നമുക്ക് ഇന്നറായിട്ടുണ്ടാവുന്ന വിഷമങ്ങൾ അല്ലെങ്കിൽ സന്തോഷങ്ങൾ രണ്ടും ഷെയർ ചെയ്യാൻ ഫ്രണ്ട്സേ ഉള്ളൂ. അല്ലാതെ വേറെ ആർക്കും അത് ഷെയർ ചെയ്യാൻ പറ്റില്ല. എനിക്ക് വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സാണ്. ആ റിലേഷൻഷിപ്പ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ എനിക്ക് തോന്നാറില്ല. എന്നും നമ്മുടെ കൂടെ ജീവിതത്തിലുണ്ടാവും. നമുക്ക് അവരെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. വേറെ ഒന്നും ചെയ്തില്ലെങ്കിൽ തന്നെ നമുക്ക് സംസാരിച്ചാൽ സന്തോഷമാണ്. എന്ത് ചെയ്താലും വേണമെങ്കിൽ ഒരു കാപ്പി കുടിച്ചാൽ അവരുടെ കൂടെ സന്തോഷമാണ്. വീട്ടിലാണോ പുറത്താണോ സ്ഥലമൊന്നും പരിമിതി ഇതല്ല. ഫീമെയിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നമുക്ക് കുറച്ചും കൂടെ ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റും. നമ്മളുടെ പല പ്രശ്നങ്ങളും മീൻസ് ഒരേ വേവ് ലെങ്തിലുള്ള ഫ്രണ്ട്സ് ആകുമ്പോൾ
even if we are not in touch with each other daily or on a regular basis, still our friendship our bond continues. I'm not a person who keeps in touch every other day. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. But if a friend calls me and says she wants to get this done, I will definitely be there for her. One of my friends, Parvati, she wrote in her Facebook profile, she has read me thoroughly. She said she's not a person who will keep in contact with you every day, but if you need her, she's always there for you. I can vouch that all of my friends, my close friends, will tell the same thing about me. ഇപ്പോൾ ഫ്രണ്ട്സ് എന്ന് പറയുന്നേക്കാൾ എൻ്റെ സഹോദരങ്ങൾ, അവരാണ് എൻ്റെ എന്താ പറയുക സ്ട്രെങ്ത് ശരിക്കും പറഞ്ഞു.